ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലെത്തി. അപ്പം ഈ ക്യാപ്പ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി വെയിൽ, ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ കരിഞ്ഞു പോകുന്ന വെയിലായിരുന്നു. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ അഡൾട്ടിന് 50, ചിൽഡ്രൻസിന് 20 റുപ്പീസൊക്കെയാണ് കേട്ടോ അവർ എഴുതിയേക്കുന്നത്. പിന്നെ എന്തെങ്കിലും ക്യാമറ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ഫീ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ കയറി. പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഗാർഡൻ ഏരിയ സെറ്റപ്പാട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാനൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ നടന്നു പോയപ്പോഴാട്ടോ കാറിലും കൂലൊക്കെ കേൾക്കാം. നോക്കിപ്പോൾ എവിടെയാണെന്ന് വെച്ചപ്പോഴാണ് അവിടെയാണ് ആ സംഭവം നടക്കുന്നത്. നിറച്ചും റൈഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എനിക്കിതൊക്കെ പേടിയാട്ടോ കയറാനൊക്കെ. ഞാൻ കയറും, പക്ഷേ ചെറിയ ചെറിയ റൈഡിലൊക്കെ ഞാൻ കയറാറുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഹൈടെക് ആയിട്ടുള്ള വലിയ വലിയ റൈഡിലൊന്നും എനിക്ക് കയറാൻ പേടിയാണ്. ഈ സ്ലൈഡിൽ കളിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ പാർക്കിലൊക്കെ കാണുന്ന പോലെ ചെറുതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് നല്ല ലെങ്തൊക്കെ കൂടിയതായിരുന്നു, അത് കാരണം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് നല്ല അടിപൊളി വ്യൂ കണ്ടത്. അങ്ങനെ അന്നത്തെ ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോയിട്ടോ. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇത് വേറെ റൂമിലാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ റൂം അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലെന്ന്. അപ്പോൾ ഈ റൂം എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി. അപ്പോൾ ഇവിടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കേട്ടോ പോകേണ്ടത്. അങ്ങനെ താഴെയാണ് റൂം വന്നേക്കുന്നത്. പക്ഷേ വലിയ രസമൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റൂമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് സ്വിമ്മിംഗ് പൂളാണല്ലോ, അതെന്തായാലും അവിടെ ഉണ്ട്. ഓരോരുത്തരായിട്ട് കയറി വരുന്നതേ ഉള്ളൂ. ഇവിടെ 3 ബെഡ്റൂമാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് പെണ്ണുങ്ങൾക്കുള്ള റൂമാണിത്. ആണുങ്ങൾക്ക് പ്രത്യേകം വേറെ റൂമുണ്ട് അവർക്ക്, അതായത് ഇതേപോലെ തന്നെ വേറെ അപ്പുറത്തുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അവിടെ ഒരു കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് ഇവരുടെ വക തന്നെയായിരുന്നു കേട്ടോ. റൂമിൽ തന്നെ വന്ന് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. പൊറോട്ടയും ചിക്കൻ കറിയും ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്നപ്പം വലിയ പാക്കറ്റ് നൂഡിൽസും ബ്രെഡും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ആയിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നൂഡിൽസും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി.